ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച നാം കണ്ടു കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അവിടെ പേർ ചാർത്തേണ്ടതിന് വേണ്ടി അവർ ബേത്ലഹേമിലേക്ക് പോയതായിട്ടും അവിടെ വെച്ച് ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിൽ വെച്ച് മറിയയ്ക്ക് പ്രസവ സമയം അടുത്തു എന്നുള്ളതും അവൾ പ്രസവിച്ചു എന്നുള്ളതും അവിടെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ കുഞ്ഞിനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് നാം കണ്ടു. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മൾക്കറിയാം, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചത്. അവൻ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ, യേശു മനുഷ്യരുടെ പാവങ്ങൾ അവർ രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. മനുഷ്യരെ രക്ഷിപ്പാനായിട്ടാണ് പാവമില്ലാത്ത ദൈവം പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നത്. അന്ന് ആ പ്രദേശത്ത് ബേത്ലഹേമിൻ്റെ ആ പ്രദേശത്ത് തന്നെ കുറച്ച് രാത്രിയിലാണ് ആട്ടിടയന്മാർ അവിടെ ആടിനെയും കാത്ത് കിടക്കിയായിരുന്നു. ആ സമയത്ത് കർത്താവിൻ്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ ഭയപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദൂതന്മാർ അവരെ വിട്ടുപോയി. അവൻ ദൈവമായിരുന്നുകൊണ്ടാണ് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഈ ആട്ടിടയന്മാർക്ക് പറഞ്ഞത്. പൂർണ്ണ ദൈവമായിട്ട് ജനിച്ച കർത്താവിനെ കിടത്തിയത് പശുത്തൊട്ടിയിലാണ്. ശീലകൾ പൊതിഞ്ഞാണ്. പട്ടുവസ്ത്രം തലല്ല കർത്താവിനെ പൊതിഞ്ഞു കിടത്തിയത്. കട്ടിലല്ല, രാജകൊട്ടാരത്തിലല്ല. രാജാതിരാജാവ് ആയ കർത്താവായ യേശു ക്രിസ്തു പിറന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നപ്പോൾ അവനെ കിടത്തിയത്, അവൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു. അവനെ കിടത്തിയത് ശീലകൾ ചുറ്റിയാണെന്ന് നാം കണ്ടു. എന്നാൽ അവൻ ദൈവമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞു, അവൻ ആരാണെന്നുള്ളത് പറഞ്ഞു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് കേട്ടിട്ട് ദൂതന്മാർ ആട്ടിടയന്മാരെ വിട്ടുപോയി. എന്നാൽ ആട്ടിടയന്മാർ അപ്പോൾ തന്നെ അവർ പറഞ്ഞു, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ഉടനെ തന്നെ ബേത്ലഹേമിലേക്ക് യാത്രയായി. അതിൻ്റെ അടുത്താണ് അവർ കിടന്നത്. എന്നാൽ ആട് മേയ്ക്കാൻ ദൂരെയാണല്ലോ ആട് മേയ്ക്കുന്നത്. അങ്ങനെ അവർ ബന്ധപ്പെട്ട് ചെന്നു. മറിയയെയും യോസേപ്പിനെയും പശു തൊട്ടിയിൽ കിടക്കുന്ന ഈ ശിശുവിനെയും കണ്ടു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇടയന്മാർ ഇതറിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മറിയ ഈ വാർത്ത ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് തിരിച്ച് അവരുടെ പേർചാർത്തലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇത് സംഭവിച്ചത്, കുഞ്ഞുണ്ടായത്. അതുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് അവർക്ക് പോകുവാനുള്ള സ്ഥലത്തേക്ക് യഹൂദയിലേക്ക് അവർ തിരിച്ചു പോയി. അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ പരിച്ഛേദന യഹൂദ കുഞ്ഞായിട്ട് ജനിച്ച കുഞ്ഞ് അവൻ ദാവീദിൻ്റെ ഗോത്രത്തിലാണ്, അവൻ രാജകുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ അതുകൊണ്ട് അവനെ പരിച്ഛേദന ഏൽപ്പാനുള്ള ദിവസം തികഞ്ഞപ്പോൾ അവർ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ശുദ്ധീകരണകാലം അവളുടെ ശുദ്ധീകരണം തികഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ ദേവാലയത്തിലേക്ക് ചെന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെയും അവർക്ക് ഒരു ആടിനെ യാഗം കഴിക്കുവാനായിട്ടുള്ള അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സൗകര്യമില്ലാതിരുന്നത് കൊണ്ട് അവർ ഒരു ഇണപ്രാവിനെയോ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാൻ ഒരു കുറുപ്രാവിനെ 2 പ്രാവും കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവ കുഞ്ഞിനെയും കൊണ്ട് യെരൂശലേമിലേക്ക് ചെന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതം വീണ്ടും അവിടെയും കാണുന്നതായിട്ട് കൊച്ചു കുഞ്ഞാണ്. കുഞ്ഞിന് എന്നാൽ ആ കുഞ്ഞു ദൈവമാണെന്നുള്ളത് മറ്റുള്ളവർക്ക് ആട്ടിടയന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. എന്നാൽ അവിടെ ഈ ദേവാലയത്തിൽ ശീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ
ഈ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ നീതിമാനായിരുന്നു, മാത്രമല്ല ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവായി എൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന പരിശുദ്ധാത്മാവിന് അവന് അരുളപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ശീമോൻ. ഇന്ന് ആത്മനിയോഗത്തിൽ അവൻ പ്രായം ചെന്നവനാണ്. എന്നാൽ ആത്മനിയോഗത്തിൽ അവനും ദേവാലയത്തിൽ ചെന്നു. കുഞ്ഞും മറിയയും യോസേപ്പും ദേവാലയത്തിൽ ചെന്നപ്പോൾ ശീമോനും ദേവാലയത്തിൽ ചെന്നു. കാരണം അവന് ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ അവനൊരു ഇത് സെക്യൂരിറ്റി കിട്ടിയതാണ്. അവൻ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്നുള്ളത്. അവിടെ വെച്ച് പൈതലിന് വേണ്ടി യേശു എന്ന പൈതലിന് വേണ്ടി അമ്മയപ്പന്മാർ യാഗം കഴിച്ചു. അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണും. ശീമോൻ പറയുകയാണ്, ആ ശീമോൻ്റെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. ഇപ്പോൾ നാഥ, തിരുവചനം പ്രകാരം നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ കണ്ണ് കണ്ടുവല്ലോ. ശീമോന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായതാണ്. അവൻ ക്രിസ്തുവിനെ കാണും മുമ്പേ കർത്താവിന് രക്ഷകനെ കാണും മുമ്പേ അവൻ മരിക്കുകയില്ല എന്ന് ആ കുഞ്ഞിനെ കൈ കണ്ടു എന്ന് മാത്രമല്ല, അവനെ കയ്യിലേന്തിക്കൊണ്ട് ശീമോൻ പറയുകയാണ്, എനിക്കിനി മരിക്കാം, നീ എൻ്റെ കണ്ണ് അത് കണ്ടുവല്ലോ. അപ്പോൾ അവൻ്റെ അടുത്തിരുന്ന ശീമോൻ്റെ അടുത്ത് നിന്ന് അപ്പനും യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്കും അതൊന്നും മനസ്സിലായില്ല. കാരണം ശീമോന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവൻ ആ കുഞ്ഞിനെ എടുത്ത സമയത്ത് അവന് മനസ്സിലായി ഇത് ക്രിസ്തുവാണ് എന്നുള്ളത്. അതാണ് നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ശീമോൻ അവരെ അനുഗ്രഹിച്ചു. അവൻ്റെ അമ്മയായ മറിയോട് പറഞ്ഞു, അനേക ഹൃദയങ്ങളെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളോടൊരു കാര്യം പറഞ്ഞു, നിന്റെ സ്വന്തം പ്രാണിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. എത്ര അത്ഭുതകരമായൊരു കാര്യമാണ്. വരുവാനൊരു കാര്യത്തെക്കുറിച്ച് പ്രവചിക്കുന്ന ആ പ്രവാചകന് മനസ്സിലായി, രണ്ട് കാര്യം മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് മനസ്സിലായി. അവൾ മറിയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കുമെന്നുള്ളത്. മാത്രമല്ല, കൊച്ചു കുഞ്ഞാണ്. അവർ ആ കുഞ്ഞിനെയും കൊണ്ട് 8 ദിവസം അവരുടെ ശുദ്ധീകരണം അനുസരിച്ച് വെച്ച ആ കൊച്ചു കുഞ്ഞിനെ 8 ദിവസം തികഞ്ഞപ്പോൾ ഭൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. അതിനുശേഷം അവളുടെ ശുദ്ധീകരണകാലം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ അന്ന് അമ്മയെ നോക്കിക്കൊണ്ട് ശീമോന് പറയുവാനായിട്ട് സാധിച്ചു, ഇവൻ മരിക്കും, ജനത്തിനു വേണ്ടി മരിക്കും എന്നുള്ളത് അന്ന് പ്രവചിച്ചു. അവൾക്കത് മനസ്സിലായി. അങ്ങനെ അവിടെ അടയാളമായിട്ട് ശീമോനും യേശു ക്രിസ്തുവിനെ കാണുവാനും അവനെ സ്തുതിപ്പാനും അവനെ ഏറ്റിക്കൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവിടെ ഒരു ഹന്ന എന്നൊരു പ്രവാചകിയും ഉണ്ടായിരുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ ഭർത്താവിനോട് കൂടി 7 സംവത്സരം മാത്രമേ കഴിച്ചുള്ളൂ. 84 സംവത്സരവും വിധവയും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാപ്പകൽ ആരാധന ചെയ്തു വന്ന ആ ഒരു സ്ത്രീയായിരുന്നു ഹന്ന എന്ന സ്ത്രീ. അവളും ആ നാഴികയിൽ അവളും അടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ചു. അവളും പറഞ്ഞു, അവൾ പ്രവാചകിയാണ്, 84 വർഷം വിധവയാണ്. അവൾ ഈ ആലയത്തിൽ എന്നും വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ഈ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവളും ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. ആ ഹന്ന പറയുന്നത്, യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും കൂടെ അവനെക്കുറിച്ച് പ്രസ്താവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയേത്തിലേക്ക് മടങ്ങിപ്പോയി. ബേത്ലഹേമിൽ ജനിക്കുമെന്നുള്ളത് പ്രവചനമാണ്. ആ പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു പേർചാർത്തൽ വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കർത്താവിനെക്കുറിച്ച് പ്രവചനങ്ങൾ പറഞ്ഞതെല്ലാം നിവൃത്തിയാകത്തക്കവണ്ണം നിവൃത്തിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ബേത്ലഹേമിൽ ജനിച്ചു. മാത്രമല്ല, ശീമോനോട് പറഞ്ഞതിനനുസരിച്ച് അവനും ആ കർത്താവിന് യെരുശലേമിൽ ചെന്ന് ആ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ നസ്രയത്തുകാരൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള
തിരുവെഴുത്തിൻ്റെ നിവൃത്തി വരുന്നതിന് വേണ്ടി അവർ നസ്രയത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഒന്നൊന്നായിട്ട് നിവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടു. പ്രവാചക പുസ്തകങ്ങൾ യെശയ്യാവിൽ ഒക്കെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോന്ന് നിവൃത്തിയാകപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളും അങ്ങനെ ഓരോ പ്രവചനവും നിവൃത്തിയായി കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിനെക്കുറിച്ച് പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. അങ്ങനെ അവൻ വളർന്നതായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും അവൻ വളർന്നു മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും അവൻ ദൈവമാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൂതന്മാർ പ്രത്യക്ഷനായിട്ട് സാധാരണ ഒരിതിൽ ദൂതന്മാർ ആർക്കും പ്രത്യക്ഷനാകുകയില്ല. എന്നാൽ ദൂതന്മാർ ആട്ടിടന്മാർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ ആ പ്രവചനം ആ ദൈവമാണെന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടു. മാത്രമല്ല ശീമോനിൽ കൂടെ ഒരു പ്രാവശ്യവും കൂടെ അത് സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ദൈവമാണ്, അവൻ പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് വന്നു. നമ്മൾക്ക് ഈ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നമ്മൾക്ക് അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവൻ്റെ വലിയ നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇനിയും കർത്താവിനോടുള്ള ബന്ധത്തിൽ അനേക പ്രവചനങ്ങൾ കുഞ്ഞായിട്ടുള്ള കാര്യങ്ങളിൽ അനേക പ്രവർത്തനങ്ങൾ നിവൃത്തീകരിച്ചു എന്നുള്ളത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Good morning, sisters. Ephesians chapter 1, verses 19 and onwards. And what is the exceeding greatness of his power to usward who believe, according to the working of his mighty power, which he wrought in Christ, when he raised him from the dead, and set him at his own right hand in the heavenly places, far above all principality and power, and might, and dominion, and every name that is named, not only in this world, but also in that which is to come. The greatness of the name of him is not just above, but far above all, in every world and the one to come. This will never change. Jesus gave up his life so we could gain new life. He left the glory of heaven so we could enter his heavenly kingdom. He drank the bitter cup so we could drink the sweet cup every Sunday as a reminder of what he did in my place. He had his connection with God the Father cut off so we could be grafted into a connection with God the Father. He was born human in a manger with humble beginnings, so we could be born again as heirs with Christ. Matthew chapter 4 verse 23 says, And Jesus went about all Galilee, teaching in their synagogues, and preaching the gospel of the kingdom, and healing all manner of sickness and all manner of disease among the people. Not just thousands of years ago, but even now, God can heal even the sickness in your life that weighs you down, that causes you to fall, that distracts you from living a full life with him. For he has the power to heal all kinds of sickness and disease.
This is the greatness of God. He has accomplished and can do more of the impossible for you, because He loves you. Let Him hold your hand and lean on Him. May we sing this song together. Come, now is the time to worship. Come, now is the time to give your heart. Come, just as you are to worship. Come, just as you are before your God. Come, one day every tongue will confess you are God. One day every knee will bow. Still the greatest treasure remains for those who gladly choose you now. One day every tongue will confess you are God. One day every knee will bow. Still the greatest treasure remains for those who gladly choose you now. Come, now is the time to worship. Come, now is the time to give your heart. Come, just as you are to worship. Come, just as you are before your God. Come. May His name alone be glorified. Amen.